ശക്തമായ മഴ പെയ്ത് ഓറഞ്ചാണെന്ന് പറഞ്ഞു, പക്ഷെ റെഡിന് സമാനമായിട്ടായിരുന്നു ഇന്നത്തെ മഴ. ഈ സമയത്ത് നമ്മൾ ബോധവൽക്കരണ ക്ലാസ് നടത്താൻ ഹൈസ്കൂളിൽ പോകുന്നതാണ്. നടന്നിട്ടാണേ പോകുന്നത്. വക്കീൽ അവിടെ എത്തുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വഴിക്ക് വെച്ച് ലിയോനെ കണ്ടു. ലിയോ മാത്രമല്ല, ലിയോൻ്റെ കൂട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് റിജിൻ്റെ വീടാണ്. അപ്പോൾ അതിൻ്റെ മുൻവശത്ത് കൂടി നടക്കുമ്പോൾ വെള്ളക്കെട്ട് നന്നായിട്ടുണ്ട്. ലിയോ എന്നെ തന്നെ പിന്തുടർന്ന് ലിയോൻ്റെ സുഹൃത്തുക്കൾ മറ്റൊരു വഴിയിലൂടെ പോയി. അവർ തെറ്റിപ്പോയതാണ്. അതായത് ഞങ്ങൾക്ക് മുമ്പേ നടന്നപ്പോൾ അവർ വേറൊരു വഴിയിലൂടെ ടേൺ ചെയ്തപ്പോൾ അവരങ്ങ് ദൂരെ അങ്ങോട്ടായിപ്പോയി. പിന്നെ ലിയോ എൻ്റെ പിന്നാലെ വന്ന് പിന്നെ അവർ തിരിച്ചു വന്നിട്ട് തിരയുമ്പോൾ നമ്മൾ അവരെ കാണുന്നുണ്ട്, പക്ഷെ അവർ നമ്മളെ കാണുന്നില്ല. അല്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒന്നിച്ചു വരും, ഹൈസ്കൂൾ വരെ എത്തും, അത് ഉറപ്പാണ്. ഇതാ ലിയോ എൻ്റെ പിന്നാലെ വരുന്നതാണ്. അപ്പോൾ എല്ലാ വഴിയിലും എന്താ പറയുക, ഇപ്പം മഴ പെയ്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുകയാണ്. അപ്പോൾ മഴ പെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സമയത്ത് കുന്നാണ് ഭൂതത്താൻ കുന്നിൻ്റെ എൻഡ്. അപ്പോൾ അതുകൊണ്ട് കുന്നിൻ്റെ മുകളിൽ നല്ല മഴവെള്ളം ഒലിച്ച് തോട്ടിലേക്ക് വരുന്നത് കൊണ്ട് അത്ര വെള്ളം കൂടുതലായിരിക്കും. പക്ഷെ മഴ കഴിഞ്ഞ് വന്നത് തന്നെ ഇത് ഇങ്ങനെ തന്നെ ഉണ്ട്. ഇത് ചവിട്ടി 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 കാലൊക്കെ എന്താ പുണ്ണായിട്ടുണ്ട്. പിന്നെ ബുദ്ധിമുട്ടാണ് നടക്കാനും. ശുദ്ധമായ വെള്ളമുണ്ട്, റോട്ടിലെ ചളിവെള്ളമൊക്കെ ഉണ്ട്. എൻ്റെ കൂടെ പാത്തും പതുങ്ങി ആ പാവം എന്നെ തന്നെ പിന്തുടർന്ന് വരുന്നുണ്ട്. ലിയോ അങ്ങനെ തന്നെയാണ്. ഞാൻ എവിടെയാണ് പോകുന്നത് അവിടെ തന്നെ വരും. പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ലിയോ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ ഗേറ്റ് വഴി പോയാൽ അവൻ മതിൽ തുള്ളി അപ്പുറത്തോട്ട് എവിടെയാണോ ബസ് സ്റ്റോപ്പ് അവിടെ അവൻ എത്തും. എൻ്റെ അവിടെ വെയിറ്റ് ചെയ്യും. പിന്നെ കുളത്തിൻ്റെ അടുത്ത് പോകുന്നുണ്ടെങ്കിൽ കുളത്തിൻ്റെ അടുത്ത് വരും. പിന്നെ യൂത്തിൻ്റെ അടുത്ത് ഇടക്കാട് പിന്നെ പകുതി വരും. പിന്നെ അങ്ങോട്ട് കുറേ വേറെ നായ്ക്കളെല്ലാം ഉണ്ടായതുകൊണ്ട് അവരോട് മല്ലിടാൻ പറ്റാത്തത് കൊണ്ട് അവനെ മനസ്സിലായിട്ട് തിരിച്ച് വരും, ഇങ്ങോട്ട് തന്നെ തിരിച്ചിട്ട് വരും അയ്യ. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ വെള്ളക്കെട്ട് ആണുള്ളത്. ഈ പോകുന്ന വഴിയിൽ ഞാൻ ഷെർലീൻ്റെ മകളെയും കണ്ടു. ഷെർലീൻ്റെ വീട് ഇവിടെ അടുത്താണ് എന്നത് ഞാൻ അറിയില്ലായിരുന്നു. എന്തായാലും അയ്യപ്പൻകോട്ടേൻ്റെ അടുത്താണെന്നറിയാം, പക്ഷെ ശരിക്കും ഏത് ഭാഗത്താണെന്നറിയില്ല. ഇപ്പം മകളെ കണ്ടു. എൻ്റെ കൂടെ ഏതോ നായി വരുന്നത് കണ്ടിട്ട് അവൾക്ക് മനസ്സിലായിട്ടില്ല പക്ഷേ ലിയോ ആണെന്ന് തിരിച്ചറിഞ്ഞ് അപ്പോൾ ഡെങ്കിലിൻ്റെ വിശേഷമൊക്കെ ചോദിച്ചു. വീണ്ടും നമ്മളിങ്ങനെ മുന്നോട്ട് നടക്കുന്നോറോ മഴ പെയ്തു. വെള്ളക്കെട്ടില്ലാണ്ട് ഒരു സ്ഥലങ്ങൾ വരെ ഇല്ല. ഇരുവശത്തും അങ്ങനെ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ്. അപ്പോൾ അതിലൂടെ ഞാനും ഡെങ്കിളിയും മെല്ലെ 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 നടന്ന് കുന്നിൻ ചെരുവിലെ സ്കൂളിലേക്ക് പോവുകയാണ്.